ബേബീസിന് ശരിക്കും ടീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 6 മാസം പ്രായമൊക്കെ ഉള്ളപ്പോഴാണല്ലേ. എന്നാൽ ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ടീത്തിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ ഒരു 12 മാസമൊക്കെ എടുക്കും ആദ്യത്തെ ഒരു ടീത്തൊക്കെ കാണാൻ തുടങ്ങി വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് പാരൻസിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും. പല സൈനുകളും കാണുമ്പോൾ ഇതെല്ലാം ടീത്തിങ്ങിന്റെ ആണെന്ന് സംശയിക്കുന്ന ഒരു കാര്യം, അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ടീത്തിങ്ങിന്റെ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്നും വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീത്തിങ്ങിന്റെ സമയത്ത് ശരിക്കും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില സൈനുകളും അതുപോലെ തന്നെ ശരിക്കും നമ്മൾ അറിയാതെ പോകുന്ന ശരിയായിട്ടുള്ള സൈനുകളും അതെന്താണെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളാവുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഡ്രോളിങ് ചെയ്തുകൊണ്ടിരിക്കും, സലൈവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അത് ഒരു ടീത്തിങ്ങിന്റെ സൈനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ശരിക്കും ടീത്തിങ്ങിന്റെ സൈൻ അല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടീത്തിങ്ങിന്റെ സൈൻ എന്ന് പറയുന്നത് ശരിക്കും ചില സമയങ്ങളിൽ ഡ്രോളിങ് ഉണ്ടാവുന്നത് സൈൻ ആണെന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ അതിന് കൂടെ കുറച്ച് സൈനുകളും കൂടെ ഉണ്ടെങ്കിലാണ് അത് ശരിയായിട്ടുള്ള ഒരു കോസായി മാറുന്നത്. പക്ഷേ ഇത് നോർമലായിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് 6 മാസം ആകുന്ന സമയത്ത് അവരുടെ സലൈവ എന്ന് പറയുന്നത് ഫുഡ് സോളിഡ്സിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു ടൈമിലാണ് ഡ്രൂളിങ് അത്യാവശ്യം നല്ലപോലെ കൂടുതലാവുന്നത്. പല കുട്ടികൾക്കും ബിബെല്ലാം കെട്ടിയിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ പറയും ഇതെല്ലാം ടീത്തിങ്ങിൻ്റെ ആണ്. ശരിക്കും ഇത് ടീത്തിങ്ങിൻ്റെ അല്ല എന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ എല്ലാ കാര്യങ്ങളും എടുത്ത് വായിലേക്ക് ഇടുന്നത്. നമ്മൾ വിചാരിക്കും ഈ വായിലേക്ക് ഇടുന്നത് കാണുമ്പോൾ അതായത് പല്ലുണ്ടാവാനായിട്ടോ പല്ലുണ്ടാവാനുള്ള സൈനാണെന്ന്. എന്നാൽ ഇതും പല്ലുണ്ടാവാനുള്ള സൈൻ അല്ല. കുട്ടികൾക്ക് ഭയങ്കര എക്സ്പ്ലോറേഷൻ ആയിരിക്കും. ആ സമയത്ത് അവരിങ്ങനെ കൗതുകക്കാരാണ്. അവരുടെ കൈ അവരാദ്യമായിട്ട് കണ്ടു, കാലാദ്യമായിട്ട് കണ്ടു, ഒരുപാട് കാഴ്ചകൾ അവർ കാണുകയാണ്, നിറങ്ങൾ കൂടി, അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും ഭംഗിയുണ്ട്. അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ കൂടെ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വായിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റലി അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വായിലേക്ക് ഇതെടുത്ത് ഇടുക എന്ന് പറയുന്നത്. അതും നമ്മൾ ഒരു ടീത്തിങ്ങിന്റെ സൈനായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ കോൺസ്റ്റന്റ് ആയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുന്നു. അതും നമ്മൾ വിചാരിക്കും അയ്യോ രാത്രിക്ക് എണീക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് മിക്കവാറും ടീത്തിങ്ങിന്റെ ആയിരിക്കുമെന്ന്. അതുമല്ല എന്നാണ് പറയപ്പെടുന്നത് സ്റ്റഡീസ്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് അറിയാലോ നമുക്ക് ആ ഒരു ടൈമിൽ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ കോൺസ്റ്റന്റ്ലി ബിസി ആയിട്ടുള്ള ബ്രെയിനാണ്. അപ്പോൾ ഈ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതും നമ്മൾ പാനിക് ആവേണ്ട, വറി ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ടീത്ത് വരുന്നതായിരിക്കില്ല. ഇനി കറക്റ്റായിട്ട് ടീത്ത് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും സയൻസ് ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം അല്ല എങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് സയൻസ് അവിടെ ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുട്ടികൾ കോൺസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് വാശി കാണിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടീത്തിങ്ങിൻ്റെ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നാപ്പിയിൽ യൂഷ്വൽ ആയിട്ട്, അതായത് നോർമലായി അതിനേക്കാളും കൂടുതലായിട്ട് നാപ്പി ഫില്ലാവുക, അതുപോലെ തന്നെ ഡയറിയ ഉണ്ടാവുക, ഇതെല്ലാം ഒരു സൈനായിട്ട് കാണപ്പെടാറുള്ള ഒരു കാര്യമാണ്. മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് അപ്പിറ്റേറ്റ് ആണ്. അതോ ഭയങ്കര വിശപ്പൊന്നും ഉണ്ടാവില്ല, ഭക്ഷണത്തിനോട് ഒരു വിരക്തി കാണിക്കുക, റണ്ണി നോസ് ഉണ്ടാവുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഈ 2 ചീക്സ് ഇങ്ങനെ റെഡായി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഏത് ഭാഗത്താണോ പല്ല് വരുന്നത് ആ ഭാഗത്ത് ചെവി ഇങ്ങനെ പുള്ള് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനൊക്കെ കറക്റ്റ് പുള്ള് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ചീക്സ് ഒക്കെ റെഡായി വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഫീവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇത്രയും സൈൻ ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഓക്കെ ഇത് ടീത്തിങ്ങിൻ്റെ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഡ്രൂളിങ് ആ സമയത്ത് ഇച്ചിരി കൂടുതലാവുകയാണെങ്കിൽ അത് സൈനായിട്ട് വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത്? അങ്ങനെ രാത്രി കോൺസ്റ്റന്റ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉറക്കം വരുന്നില്ല, പെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് എടുക്കുക, അല്ലെങ്കിൽ ഈ ചിൽഡായിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഐറ്റം ഒക്കെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ വെജിറ്റബിൾ ഫ്രോസൺ ആയിട്ടുള്ളത്, അത് അല്ലെങ്കിൽ സ്പൂണ് തണുപ്പിച്ചിട്ട് ഈ ചീക്സിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി സമാധാനം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടീത്തിങ് ജെല്ല് കിട്ടും. ടീത്തിങ് ജെല്ല് സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണ്. അത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ അത് പീഡിയാട്രീഷ്യനുമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ടീത്തിങ് ജെല്ല് നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീത്തിങ് റിങ്സ് കിട്ടും, ടീത്തിങ് സ്റ്റിക്ക് കിട്ടും. ഈ സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് കുട്ടികൾക്കൊന്ന്
ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ഉണ്ട്. അതായത് കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഗമ്മിൻ്റെ അവിടെ പസ് ഉണ്ട്, ഇനി അതും അല്ല ഭയങ്കര വൊമിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറിയ കാണുന്നുണ്ട്, ഇനി ഇതൊന്നും അല്ല ഭയങ്കരമായിട്ടുള്ള ഫീവർ, അത് മാറുന്നില്ല, ഇങ്ങനെയുള്ള സൈനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പീഡിയാട്രീഷ്യൻ ഒന്ന് പോയി കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികളെ ഡോക്ടറെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കാണിക്കേണ്ടതാണ്, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ ചെറിയ വേദനകൾക്കോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു പനി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. ഈ കോസസ് എല്ലാം ഉള്ളത് ആണ് ടീത്തിങ്ങിൻ്റെ ഗുഡ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനിൽ കൂടെ തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും എല്ലാം ഞാൻ എപ്പോഴും നോക്കിയിരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റെന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇനിയൊരു സമയത്ത് നമുക്ക് ഈ വീഡിയോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്